എത്ര തവണ ഫോണിൽ വിളിച്ചറിയോ? നീ എന്താ എൻ്റെ ഫോൺ എടുക്കാഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ? കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കും ബഹളോ. ആ വീട്ടിൽ ഇരിക്കുന്നത് തന്നെ എനിക്കിപ്പോൾ വെറുപ്പായി തോന്നാൻ തുടങ്ങി. പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂഡും ഇല്ല. എപ്പോഴും ഈ ഒരു ബഹളം കേട്ടുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ പഠിക്കുക പാസ്സാവുക എന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പഠിക്ക്. കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യ്. എന്തായാലും നമ്മൾക്കിപ്പോൾ പബ്ലിക് എക്സാമൊക്കെ വരാൻ പോവാ. ജയിച്ചില്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചർ അത് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഫ്യൂച്ചർ ആലോചിച്ച് ടെൻഷൻ അടിക്കാനുള്ള ഗ്യാപ്പ് പോലും എനിക്കിപ്പോൾ കിട്ടാറില്ല. വേറൊന്നുമല്ല, അത്രയും വെറുത്തു പോയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എക്സാമിന് എത്ര ദിവസം തന്നെ ഉണ്ട്. ഇതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്തെടുക്കാൻ? നീ ഇപ്പോൾ ഒരുപാട് ആലോചിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് വീട്ടിലോട്ട് വാ. നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നിനക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് അല്ലേ? എനിക്ക് അത്യാവശ്യം മാത്സ് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. നീ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് വേഗം പാസ്സായിട്ട് വേഗം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. ഈ വീഡിയോ കാണുന്ന പല സ്റ്റുഡൻസിനും ചിലപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മാത്സ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ മാത്സിൻ്റെ ബേസിക് അറിയാത്തതുകൊണ്ടാണ്. അതിൻ്റെ ബേസിക് ക്ലാസ്സസ് ഞാൻ ഷോർട്ട് വീഡിയോസ്, ലോങ് വീഡിയോസ് ആയിട്ട് ക്ലാസ്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വി ക്യാൻ സോൾവ് ദിസ്. ഓക്കെ.